എല്ലാവർക്കും നമസ്കാരം. ഹൃദയദർപ്പണം ധ്യാനത്തിന്റെ ഈ 51 എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാ മലയാളികൾക്കും ഒപ്പം ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ഹൃദയപൂർവ്വമായ ഓണാശംസകൾ. പിന്നെ പതിവ് പോലെ നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഇന്ദു, ഹാപ്പി ഓണം. താങ്ക് യു. സെയിം ടു യു. ഓക്കെ. അപ്പോൾ പതിവ് പോലെ ഈ പരിപാടിയിൽ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്‌ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 4 എപ്പിസോഡുകളായി മോഹനേട്ടൻ ധ്യാനജ ചിത്തത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇന്നത്തെ ചോദ്യവും അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ധ്യാനജ ചിത്തം അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് മൈൻഡ് ബോധപൂർവം നിലനിർത്തുന്നതിന് വേണ്ട നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട മനോഭാവങ്ങളും സങ്കല്പങ്ങളും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുമോ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിത്തവൃത്തി നിരോധം, ധ്യാനജ ചിത്തം, അതിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളും ഘടനയും കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ തൊട്ട് മുമ്പുണ്ടായിരുന്ന എപ്പിസോഡിൽ ധ്യാനജ ചിത്തം നിലനിർത്തുന്നതിന് തടസ്സമായിരിക്കുന്ന 9 ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള പരിഹാരവും നമ്മൾ പറഞ്ഞു. അതാണ് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജ് അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ മനസ്സിന് അറിയാത്ത ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. അറിയുന്ന വസ്തുവിൽ മാത്രമേ മനസ്സിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കൂ. അപ്പോൾ അറിയാത്ത ദിവ്യത്വത്തിനെ
അല്ലെങ്കിൽ ദിവ്യത്വത്തിൽ മനസ്സിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? നമ്മൾ മനസ്സിനെ ക്രമീകരിക്കുന്നു. ക്രമീകരിച്ച മനസ്സിനെ നമ്മൾ ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു. അവിടെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബോധവുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോധത്തിലൂടെ നമ്മൾ ദിവ്യത്വത്തെ അനുഭവവേദ്യമാക്കുന്നു. ഇതാണ് ഹാർട്ട്ഫുൾനെസ് രീതി. അപ്പോൾ കഴിവുറ്റ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം, ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. നമുക്കറിയാം, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ വികാസം. ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പോൾ ബോധത്തിൻ്റെ ഘടകങ്ങളെ വികസിപ്പിക്കുന്നതിലൂടെ മാത്രമേ ബോധത്തെ വികസിപ്പിക്കാൻ സാധിക്കൂ. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് ധ്യാനാത്മകമാവുമ്പോൾ നമുക്ക് യോഗ ദർശനം സംഭവിക്കുന്നു. അതിന് നമ്മൾ ധ്യാനജ ചിത്തം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ആത്മീയതയിൽ നമ്മൾ പറയില്ലേ, ലയാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ഗുരുവിൻ്റെ ബോധവുമായിട്ടാണ് നമ്മൾ ലയാവസ്ഥ പ്രാപിക്കുന്നത്. നമ്മുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സുമായി താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ അഹം എന്നുള്ള ബോധം അദ്ദേഹത്തിൻ്റെ അഹം എന്നുള്ള ബോധവും വിനയവും സ്നേഹവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ ചിത്തം അദ്ദേഹത്തിൻ്റെ ചിത്തവുമായി താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ ലയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന 9 ഘടകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത്. ഇന്ന് അതിലും പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത്, ഈ ധ്യാനജ ചിത്തം നിലനിർത്തുന്നതിന് ബോധപൂർവം നമ്മൾ വികസിപ്പിക്കേണ്ടതായിട്ടുള്ള മനോഭാവങ്ങളും സങ്കല്പങ്ങളും എന്താണ്? ഇതാണ് ചോദ്യം. പതഞ്ജലി മഹർഷി 4 പ്രധാനപ്പെട്ട മനോഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ടത്. ഒന്ന് മൈത്രീഭാവം, ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയും. ഇതാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന മനോഭാവം. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ തത്വമാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് എന്ന ചിന്ത. അപ്പോൾ ഈ അടിസ്ഥാന തത്വത്തിന് അനുകൂലമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബോധം വികസിക്കുന്നു. അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലവാരമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബോധം ചുരുങ്ങുന്നു. അപ്പോൾ ബോധത്തിൻ്റെ വികാസമാണ് ജീവിതം. ബോധത്തിൻ്റെ ചുരുങ്ങൽ എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ എല്ലാ ചരാചരങ്ങളോടും മൈത്രീഭാവം അല്ലെങ്കിൽ സ്നേഹം എന്നത് നമ്മുടെ ബോധം വികസിപ്പിക്കാൻ അനിവാര്യമായ ഒരു അനുഭവമാണ്. അതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ മനോഭാവം. പിന്നീട് അദ്ദേഹം പറയുന്നത് അനുകമ്പ, ദയ, കരുണ. നമുക്കറിയാം, ഈ 3 അനുകമ്പ, ദയ, കരുണ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഉദാത്തമായ ഭാവങ്ങളാണെന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിലനിൽപ്പ്. നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ദിവ്യത്വത്തിലാണ്.
അപ്പോൾ ഈ മനോഭാവങ്ങളുടെ പ്രഭാവം നമ്മുടെ ബോധത്തെ വികസിപ്പിക്കുന്നു. ഈ മനോഭാവങ്ങളുടെ അഭാവം നമ്മുടെ ബോധത്തെ ചുരുക്കുന്നു. അതുകൊണ്ടാണ് അനുകമ്പ, ദയ, കരുണ എന്നത് അനിവാര്യമായ മനോഭാവങ്ങളാണ് ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇത് പരമപ്രധാനമാണ്. ഇതാണ് രണ്ടാമത്തെ മനോഭാവമായിട്ട് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് നമുക്കറിയാനാണ് ആനന്ദം, ജോയ്ഫുൾനെസ്. നമുക്കറിയാം ആനന്ദം ബ്രഹ്മേതി വിജാനാത് എന്ന് നമ്മൾ പറയാറുണ്ട്. ബ്രഹ്മത്തിൻ്റെ പ്രകടമായ സ്വഭാവമാണ് ആനന്ദം. ബാബുജി മഹാരാജ് അതുകൊണ്ടാണ് പറയുന്നത് ജോയ് അട്രാക്ട് ഗ്രേസ്. ആനന്ദം അനുഗ്രഹത്തെ ആകർഷിക്കുന്നു. അപ്പോൾ ആനന്ദം ബോധത്തെ വികസിപ്പിക്കുന്നു. അതിൻ്റെ വിപരീതമായിട്ടുള്ള ദുഃഖവും ബോധത്തിന് ചുരുക്കുന്നു. അപ്പം അതുകൊണ്ട് ബോധപൂർവം നമ്മൾ ഈ ആനന്ദം എന്നുള്ള മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. നാലാമതായി അദ്ദേഹം പറയുന്നത് ഈ ആനന്ദത്തോടെയുള്ള സ്വീകാര്യതയാണ്. രാജ്യത്തിന് ചിയർഫുൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നു. അതായത് ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ട് വികലമാക്കാത്ത മനസ്സിൻ്റെ അവസ്ഥ. അതാണ് ആനന്ദത്തോടെയുള്ള സ്വീകാര്യത എന്ന് പറയുന്നത്. അതായത് സൃഷ്ടിയിലെല്ലാം അനിവാര്യമാണ്, ആവശ്യമില്ലാത്തതൊന്നുമില്ല, എല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒന്നിനെ ഇഷ്ടപ്പെടാനും മറ്റൊന്നിനോട് അനിഷ്ടം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കെതിരാണ്. അതുകൊണ്ടാണ് ചിയർഫുൾ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആനന്ദത്തോടെയുള്ള സ്വീകാര്യത വളരെ അനിവാര്യമാണെന്ന് പറയുന്നത്. ഈ 4 ഗുണവിശേഷങ്ങളാണ് നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട മനോഭാവങ്ങളായിട്ട് പതഞ്ജലി മഹർഷി പറയുന്നത്. മൈത്രീഭാവം, അനുകമ്പ, ആനന്ദം, ആനന്ദത്തോടെയുള്ള സ്വീകാര്യത. ഇനി അദ്ദേഹം പറയുന്നത് 5 പ്രധാനപ്പെട്ട നമ്മൾ ധ്യാനിക്കേണ്ട സങ്കല്പങ്ങളെക്കുറിച്ചാണ്. ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കും, ധ്യാനജ ചിത്തത്തെ പരിപോഷിപ്പിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ബ്രത്ത് അവെയർനെസ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള അവബോധമാണ്. പ്രാണായാമം. നമുക്കറിയാം പ്രാണായാമം എന്ന് പറയുന്നത് എന്താണ്? പ്രാണന്റെ ആയാമമാണ്. ആയാമം എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുക. ഒരു പ്രാണനും അടുത്ത പ്രാണനും ഇടയ്ക്കുള്ള വിരാമം, പോസിലെ, ആ വിരാമം അനന്തതയിലേക്കുള്ള വാതിലാണെന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞു. അപ്പോൾ ഒരു പ്രാണനും അടുത്ത പ്രാണനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ജീവികൾ ദീർഘായുസ്സായിരിക്കും. വളരെ വേഗത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജീവികൾ അല്പായുസ്സായി പോകും. അതായത് നമ്മുടെ പ്രാണനും മനസ്സിൻ്റെ ഗതിയും നമ്മുടെ നിലനിൽപ്പും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ധ്യാനവസ്തു എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. കാരണം ധ്യാനവസ്തു അല്ല പ്രധാനം, ധ്യാനാവസ്ഥയാണ് പ്രധാനം. ഇപ്പോൾ മഹാഭാരതത്തിൽ അർജുനൻ അദ്ദേഹം അസ്ത്രവിദ്യ പഠിക്കുന്ന സമയത്ത് ഒരു മരത്തിൽ തിരിയുന്നൊരു പക്ഷി അതിൻ്റെ കണ്ണിൽ അസ്ത്രം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറയും. എന്നിട്ട് ഗുരുനാഥൻ ചോദിക്കും, അർജുന നീ എന്താണ് കാണുന്നത്? അദ്ദേഹം പറയും, ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതായത് ശ്രദ്ധാകേന്ദ്രീകരണത്തിൻ്റെ ഉദാത്തമായ രൂപമായിരുന്നു അർജുനൻ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഗീതോപദേശം എന്നുള്ള ആത്മതത്വം പറഞ്ഞു കൊടുക്കാൻ അർജുനനെ ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്ത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രീകരണത്തിൻ്റെ ഉദാത്തമായ ഭാവമാണ്. അതുപോലെ സൂർദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹായോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയും.
അദ്ദേഹത്തിൻ്റെ ധ്യാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയിലായിരുന്നു. എപ്പോഴും ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ദിവസം അദ്ദേഹം അങ്ങാടിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഭാര്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മുമ്പിലൊരു സ്ത്രീ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവരുടെ പുറകുവശം മാത്രമേ കാണുന്നുള്ളൂ. അത് ഭാര്യയാണെന്ന് വിചാരിച്ച് അദ്ദേഹം പോയി തോളിൽ കൈവയ്ക്കും. ഈ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ തൻ്റെ ധ്യാനവസ്തു മാറിപ്പോയി എന്നുള്ള ഒരു ഷോക്കായി അദ്ദേഹത്തിന്. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഇനി ഈ ഇന്ദ്രിയങ്ങളെ വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് 2 ഇന്ദ്രിയങ്ങളെയും പറിച്ചു കളഞ്ഞ്, 2 കണ്ണും പറിച്ചു കളഞ്ഞ് അദ്ദേഹം ധ്യാനനിരതനായി എന്നാണ് കഥ. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം മഹായോഗിയായിട്ടുള്ള സൂർദാസായി മാറുന്നത്. അതായത് ധ്യാനവസ്തു ഏതായാലും അതിൻ്റെ ആന്തരിക ഘടനയിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ധ്യാനാവസ്ഥ നേടിയെടുക്കുന്നതെന്ന് അർത്ഥം. ഇത് തന്നെയാണ് നമ്മൾ ഇഷ്ടദേവത എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ലേ മതങ്ങളിലൊക്കെ. അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾക്ക് പാർവതി മാതാവാണ് ഇഷ്ടദേവത എന്ന് വിചാരിക്കുക. പാർവതി മാതാവ് എന്ന് പറയുന്നത് ശിവന്റെ ഭാര്യയാണ്. ശിവൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികളിൽ ഒരാളാണ്. ത്രിമൂർത്തികൾ ആദിപരാശക്തിയിൽ നിന്ന് വന്നതാണ്. ആദിപരാശക്തി സ്ത്രീ രൂപമാണ്. അത് ആദിപ്രകൃതിയാണ്, നമ്മുടെ ഉറവിടമാണ്. അപ്പോൾ പാർവതി മാതാവ് എന്നുള്ള ഇഷ്ടദേവതയെന്ന് നമ്മൾ നമ്മുടെ ഉറവിടത്തിൽ എത്തിച്ചേരും. അതുപോലെ ആണ് ഈ തത്വം അതാണ് നമ്മളോട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കും, ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്നു. മറ്റൊന്ന് സെൻസേഷനാണ്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിയെക്കുറിച്ചുള്ള അവബോധം. അതായത് ഇപ്പം നമുക്കറിയാം, പ്രപഞ്ചം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് 5 തരത്തിലുള്ള ജ്ഞാനങ്ങൾ നൽകുന്നു. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിയിലേക്ക് നമ്മൾ അവബോധം കൊണ്ടുവന്നാൽ നമ്മൾ സാക്ഷിഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് പോകും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ടാണോ കാണുന്നത് വെച്ചാൽ അല്ല, കണ്ണിൻ്റെ കണ്ണ് ഉണ്ട്. മൂക്കുകൊണ്ടാണോ മണം അറിയണമെന്ന് വെച്ചാൽ അല്ല, മൂക്കിൻ്റെ മൂക്ക് അത് ആത്മാവാണ്. കണ്ണിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് ആത്മാവാണ്. ഇപ്പോൾ തൊലി കൊണ്ടാണോ നമ്മൾ സ്പർശിക്കുന്നത് വെച്ചാൽ അല്ല, തൊലിയുടെ തൊലിയുണ്ട്, അത് ആത്മാവാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ ആത്മാവിലേക്കും സാക്ഷിഭാവത്തിലേക്കും നമ്മൾ പോകുന്നത്. ഇതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിയെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ മനസ്സിനെ സന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു അദ്ദേഹം പറയാൻ കാരണം. അപ്പോൾ ധ്യാനവസ്തു എന്തു വേണമെങ്കിലും ആവാം. ധ്യാനവസ്തു അല്ല പ്രധാനം, ധ്യാനാവസ്ഥയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും കക്ഷി ചേരുന്ന സ്വഭാവമാണ് നമ്മൾ, അല്ലേ? എല്ലാത്തിലും പങ്കെടുക്കുന്ന ആളാണ്. ധ്യാനം തുടങ്ങുമ്പോൾ പതുക്കെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും, നിരീക്ഷകനാവും. സാവധാനത്തിൽ നമ്മൾ സാക്ഷിയായി മാറും. അപ്പോൾ കക്ഷി, നിരീക്ഷകൻ, സാക്ഷി, അങ്ങനെയാണ് ഇത് മുന്നേറുന്നത്. ഇതിനെ പതഞ്ജലി മഹർഷി സ്വാധ്യായം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നു. അപ്പോൾ ആ സ്വാധ്യായം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിയെക്കുറിച്ചുള്ള അവബോധം നമ്മളെ സാക്ഷിയാക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തുരീയാവസ്ഥയിലേക്ക് നയിക്കുന്നു. അങ്ങനെ മനസ്സ് നിശ്ചലമാകുന്നു, ധ്യാനചിത്തം പ്രകടമാകുന്നു. ഇതാണ് രണ്ടാമത്തെ സംഗതി, സങ്കല്പം. മൂന്നാമത്തേത് ഹൃദയഭാഗത്ത്
കൈപ്പത്തിയുടെ വലുപ്പത്തിൽ ദിവ്യപ്രകാശത്തിന്റെ സാന്നിധ്യം സങ്കല്പിച്ച് ധ്യാനിക്കാൻ പതഞ്ജലി മഹർഷി പറയുന്നു. ഇതേ തത്വം തന്നെയാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് നേരിട്ട് അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ബാബുജി മഹാരാജ്. അത് നമ്മൾ അല്പം വ്യത്യാസമായിട്ടാണ്. ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ സാന്നിധ്യം, ഉറവിടം എന്ന് സങ്കല്പിച്ച് ചിന്തകളെ നമ്മൾ അവഗണിക്കും. ഇതാണ് ഹാർട്ട്ഫുൾനെസ് ധ്യാന രീതി. നമ്മൾ ധ്യാനാവസ്ഥയിൽ ആഴത്തിൽ പോകുമ്പോൾ നിശ്ചലമായ മനസ്സ് നിശ്ചലമായ ബ്രഹ്മാണ്ഡമണ്ഡലത്തെ ദർശിക്കുന്നു, ഹൃദയമണ്ഡലം കടക്കുമ്പോൾ. അപ്പോഴാണ് നമ്മളിൽ ഭക്തി വളരുന്നത്. ഭക്തി വളരുമ്പോൾ ഗുരുവിൻ്റെ രൂപം സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷമാകും. അപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ രൂപത്തിൽ ധ്യാനിക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ രൂപം അപ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ അനുഭവിക്കും, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധത്തിലൂടെയാണ് പിന്നീട് നമുക്ക് ദിവ്യത്വത്തിൻ്റെ അനുഭൂതി ഉണ്ടാവും. അപ്പോൾ ഇത് പതഞ്ജലി മഹർഷി പറയുന്നതിനെ അല്പം പരിഷ്കരിച്ച രീതിയിലാണ് ബാബുജി മഹാരാജ് അവതരിപ്പിക്കുന്നത്. ഇതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിൻ്റെ നിശ്ചലതയിലും നമുക്ക് ധ്യാനിക്കാം. അതും ഈ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓം ശാന്തി എന്നുള്ള ശാന്തി മന്ത്രത്തിൽ ധ്യാനിക്കണം. പതഞ്ജലി മഹർഷി പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഓം എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അതിനതീതമായ തുരീയം അല്ലെങ്കിൽ ശാന്തി. അതാണ് ഓം ശാന്തി എന്ന് പറയുന്നത്. അപ്പോൾ തുരീയാവസ്ഥയാണ് ശാന്തി. അതായത് ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും മറികടക്കുമ്പോൾ ഉണ്ടാവുന്ന സാക്ഷിഭാവം, തുരീയാവസ്ഥ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ധ്യാനിച്ചാൽ നമുക്ക് സാക്ഷിഭാവം അല്ലെങ്കിൽ ധ്യാനചിത്തം കൂടുതൽ പരിപോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് പതഞ്ജലി മഹർഷി പറയും. ഇതാണ് ഹൃദയഭാഗത്ത് ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്ന മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഘടകം അദ്ദേഹം പറയുന്നത് സമഗ്രമായ ചിന്ത. എന്തിനെക്കുറിച്ച്? നിശ്ചലമായ മനസ്സിനെ വിഭാവനം ചെയ്തുകൊണ്ട്. അത് നമ്മെ ധ്യാനചിത്തത്തിലേക്ക് നയിക്കുന്നു. അതായത് നമ്മൾ നിശ്ചലമായ ഒരു മനസ്സിനെ, സന്തുലിതമായ ഒരു മനസ്സിനെ വിഭാവനം ചെയ്യുക, എന്നിട്ട് അതിൽ ധ്യാനിക്കുക. അപ്പോൾ മനസ്സ് നിശ്ചലമാകും. അത് പതഞ്ജലി മഹർഷി അതേ തത്വം തന്നെയാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഉപയോഗിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന നോക്കൂ. ആദ്യം നമ്മൾ ലക്ഷ്യം ഉറപ്പിക്കുന്നു. അതിനുശേഷം മനസ്സ് നിശ്ചലമാവാതിരിക്കാൻ കാരണം എന്ത്? ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ്, ചിത്തവൃത്തികൾ. അപ്പോൾ ആഗ്രഹങ്ങളാണ് പുരോഗതിക്ക് തടസ്സമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു രണ്ടാമത്തെ വരിയിൽ പ്രാർത്ഥനയുടെ. എന്നിട്ട് ഗുരുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രാണാഹുതി അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ശരണാഗതി ഭാവത്തിലേക്ക്. അപ്പോൾ ഇതേ തത്വമാണ് ബാബുജി മഹാരാജ് ഹാർട്ട്ഫുൾനെസ്സിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു രീതി പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ഒരു യോഗിയെ വിഭാവനം ചെയ്യാം. അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ വിഭാവനം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മനസ്സുമായിട്ട് എൻ്റെ മനസ്സ് താതാത്മ്യത്തിലാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് അതിൽ ധ്യാനിക്കുക. അപ്പോഴും നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ പോകും, ധ്യാനചിത്തം നിലനിൽക്കും. മറ്റൊരു മെത്തേഡും കൂടി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മനസ്സ് തന്നെ നിശ്ചലമായിരിക്കണമെന്ന് സങ്കല്പിച്ച് നമുക്ക് അതിൽ ധ്യാനിക്കാം. അപ്പോഴും ഈ ധ്യാനചിത്തത്തിലേക്ക് നമ്മൾ പോകും. ഇതെല്ലാം കൂടി ചേർത്ത് മനോഹരമായിട്ട് ബാബുജി മഹാരാജ് അവതരിപ്പിക്കുന്നു. അതിനെ നമ്മൾ
അബ്സല്യൂട്ട് മൈൻഡ് ടെക്നിക് എന്ന് പറയും. ബാബുജി മഹാരാജ് പറയുന്ന ധ്യാനത്തിന് മുമ്പ് നമ്മൾ സങ്കല്പം വയ്ക്കുക. നമ്മുടെ മനസ്സ് മാസ്റ്ററുടെ വിശ്വമനസ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. മാസ്റ്റർ ഉറവിടവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ മനസ്സ് മാസ്റ്ററുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്നു. നമ്മുടെ മനസ്സ് അതിൻ്റെ എല്ലാ വക്രതകളും കുടിലതകളും പരസ്പര വൈരുദ്ധ്യങ്ങളും വിട്ടുകളയുന്നു. നമ്മുടെ മനസ്സ് ഗുരുവിൻ്റെ മനസ്സിൻ്റെ ഗുണവിശേഷങ്ങൾ ആർജിക്കുന്നു. നമ്മുടെ മനസ്സ് സന്തുലിതാവസ്ഥയിലാണ്, ശാന്തമാണ്. ഞാൻ ഉറവിടത്തിൽ മുഴുകിയിരിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ഉറവിടത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കും. ഇത് വളരെ വേഗത്തിൽ നമ്മളെ ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ബാബുജി മഹാരാജ് പറയുന്നു. അദ്ദേഹം അതിനെ അബ്സല്യൂട്ട് മൈൻഡ് ടെക്നിക് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പതഞ്ജലി മഹർഷി പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളെയും ക്രോഡീകരിച്ച് വളരെ ലളിതമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇതാണ് 4-മത്തെ. 5-മത്തെ സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ചിന്താധാരയെക്കുറിച്ചുള്ള അവബോധമാണ്. അതായത് നിരന്തര സ്മരണമാണ്. അതാണ് 5-മത്തെ സങ്കല്പമായിട്ട് പറയുന്നത്. ദാജി ഇതിനെ വളരെ എളുപ്പത്തിൽ പറയും. നമ്മൾ രാത്രി ഉറങ്ങാൻ നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന പോലെ മാസ്റ്ററുടെ മടിയിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മടിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നു എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഉറക്കത്തിലും നമ്മുടെ ഉപബോധ മനസ്സിൽ മാസ്റ്ററുടെ സ്മരണ ഉണ്ടാവും. അപ്പോൾ ഉറക്കത്തിൻ്റെ സൂക്ഷ്മാംശത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സ് ആഗിരണം ചെയ്യും. ഈ സ്വപ്നം കാണാമെന്ന് വിചാരിക്കുക. സ്വപ്നത്തിൻ്റെ സൂക്ഷ്മാംശത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സ് ആഗിരണം ചെയ്യും. ഇനി നമ്മൾ സ്വപ്നത്തിൽ മാസ്റ്ററെ ദർശിച്ചു എന്ന് വിചാരിക്കുക. വളരെ സന്തോഷത്തോടെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരും, ഇല്ലേ? അപ്പോൾ സ്വപ്നത്തിലും സുഷുപ്തിയിലും ജാഗ്രതയിലും നമ്മുടെ ഉപബോധ മനസ്സിൽ സ്മരണ അല്ലെങ്കിൽ തുരീയാവസ്ഥയിലേക്ക് പോകുന്ന രീതിയാണത്. ഇതാണ് നിരന്തര സ്മരണയെ പതഞ്ജലി മഹർഷി പറയുന്ന രീതി. മനസ്സിൻ്റെ ചിന്താധാരകളെക്കുറിച്ചുള്ള അവബോധം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാബുജി മഹാരാജ് ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഇങ്ങനെ വേറൊരു ടെക്നിക്ക് പറയുന്നുണ്ട്. ഇതുപോലെ ഒഴിവു സമയങ്ങളിൽ നമ്മൾ നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കുക. ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ഇത് സങ്കല്പം എന്താണ്? കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ എല്ലാ ആത്മീയ ചക്രങ്ങളും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഉണർത്തപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കും. നമ്മുടെ എല്ലാ ആത്മീയ ചക്രങ്ങളും സന്തുലിതാവസ്ഥയിലാണെന്ന് സങ്കല്പിക്കുക. ഇത് വളരെ വേഗത്തിൽ നമ്മെ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ധ്യാനവസ്തു എന്തു വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ധ്യാനവസ്തു അല്ല പ്രധാനം, പിന്നെയോ ധ്യാനാവസ്ഥയാണ്. അപ്പോൾ അദമ്യമായ ലക്ഷ്യത്തോട് അദമ്യമായ ഒരു താല്പര്യം, വൈകാരികമായ ഒരു താല്പര്യം, അത് പരമപ്രധാനമാണെന്ന് പതഞ്ജലി മഹർഷി പറയുന്നു. അദ്ദേഹം പറയുന്നത് ലക്ഷ്യത്തോട് വൈകാരികമായ അദമ്യമായിട്ടുള്ള ഒരു താല്പര്യം നമുക്കില്ലെങ്കിൽ, ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണെന്ന് എന്ന് പതഞ്ജലി മഹർഷി അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള പതഞ്ജലി യോഗസൂത്രങ്ങൾ പ്രാണാഹുതിയുടെ സഹായത്തോടെ വളരെ ലളിതമായി ഗൃഹസ്ഥാശ്രമിക്ക് അനുയോജ്യമായ രീതിയിൽ ബാബുജി മഹാരാജ് ഹാർട്ട്ഫുൾനെസ് പരിശീലനമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പതഞ്ജലി യോഗസൂത്രങ്ങൾ
നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനോടുള്ള സ്നേഹവും ആദരവും അതുപോലെ ആരാധനാ മനോഭാവവും 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവം. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോഹനേട്ടാ. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഓണസമ്മാനം തന്നെയാണ്. കാരണം കുറേ വിവിധതരം ടെക്നിക്കുകളും ഇതെല്ലാം എനിക്ക് തോന്നി ഒപ്പം മോഹനേട്ടന് അത് ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും ആ ഒരു അവസ്ഥ അനുഭവപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഇത് പരിശീലിച്ച് നോക്കുക. പലതരം ടെക്നിക്കുകളെ കുറിച്ച് ഏറെ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. ഇന്ന് മോഹനേട്ടൻ സംസാരിച്ചു. എന്തായാലും വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും നിലനിർത്തുക. അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓണത്തിനോടനുബന്ധിച്ച് ഈ വാമനൻ അതുപോലെ മഹാബലി സങ്കല്പത്തെക്കുറിച്ച് മാസ്റ്റർ പറയാറുണ്ട്. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ ഇപ്പോൾ മഹാബലി തലയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ മാസ്റ്റർ പറയും, ആ തല കാണിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഹൃദയം കാണിച്ചു കൊടുത്തു എങ്കിൽ മഹാവിഷ്ണുവിനോടൊപ്പം അദ്ദേഹം സ്വർഗത്തിലെത്തിയതിനെ. അപ്പോൾ തല കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യുക? തല ചവിട്ടി താഴ്ത്താൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ തലയും ഹൃദയവും കൂടി ഒരുമിച്ച് പ്രയോഗിക്കുന്ന രീതിയാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അവസരമാണ് ഓണം. ഇനി നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.